ആക്ച്വലി M&S കയറിയത് മിന്നുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കേട്ടോ. പക്ഷെ മിന്നുവിന് കിട്ടിയില്ല, എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ. റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കര പിക്കി ആയിട്ടാണ്. അതായത് പണ്ടത്തെ പോലെ ഫ്രഷേഴ്സിനെ അങ്ങനെയൊന്നും എടുക്കുന്നില്ല. ഇപ്പം അവരിപ്പോ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ICU എക്സ്പീരിയൻസ്. ഇവിടെ ലണ്ടനിൽ തന്നെയുള്ള ഏജൻസിയാണ്. എന്റെ ഹോസ്പിറ്റലിലേക്ക് റീസെന്റ് ആൾക്കാർ വന്നത് ഈ ഒരു ഏജൻസി വഴിയാണ്. അതുപോലെ നമ്മൾ ഇനി ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചെറിയൊരു സാധനം പരിചയപ്പെടുത്താം. നമ്മുടെ വണ്ടിയുടെ ഈ ഹെഡ്ലൈറ്റ് പിടിക്കുന്ന ഒരു മഞ്ഞ കളർ, ഇതിപ്പോ കുറെ പഴക്കമുള്ള വണ്ടികൾക്ക്. ഇപ്പൊ നമ്മുടെ 2012 മോഡൽ. അപ്പൊ നമ്മുടെ സുഖിയ റെഡി ആയിട്ടുണ്ട്. വരുന്ന വഴി തന്നെ ആമി കടിച്ച് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹായ്, എവിടെ പോവാ നമ്മള്? ഡിസൈനർ ഔട്ട്ലെറ്റില് ഞങ്ങള് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാന്ന് പറഞ്ഞേ. ആണോടി, നിങ്ങക്കൊന്നും മേടിക്കാറില്ലേടി? ഒന്നും മേടിക്കാറില്ലേടി? ആമിയുടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ടോ? നമ്മള് കഴിഞ്ഞ തവണ മേടിച്ച കേട്ടോ. ഇത് അങ്ങനെയാണോ വെക്കേണ്ടത്? അങ്ങനെയല്ല, തിരിച്ച്. ഷൂ അത് നശിപ്പിക്കും ഇപ്പൊ. അപ്പൊ ഇന്ന് ഞങ്ങക്ക് വേറൊരു ഓഫ് ഡേ ആണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് കുറെ നേരം, ഇപ്പൊ ഉച്ച കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മള് കുറെ നേരം ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഇപ്പൊ ചുമ്മാ പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇത്ര ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. UK മിക്ക സ്ഥലത്തും മഴയായിരുന്നു. ഇന്ന് ഇച്ചിരി മഴ തോർന്ന്, പക്ഷെ മൂടിയാ നിക്കുന്നേ. ഇപ്പൊ തണുപ്പ് തുടങ്ങി, വീണ്ടും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ ജാക്കറ്റിലോട്ടും ഹുഡിയിലോട്ടൊക്കെ മാറി തുടങ്ങി അല്ലേ? നീ ഒന്ന് വാ തുറന്ന് മര്യാദയ്ക്ക് സംസാരിക്കും. നീ കൂളിംഗ് ഗ്ലാസ് ആദ്യം മര്യാദയ്ക്ക് വെച്ചേ. ഇത് പിടിച്ചേ. ഇനി ആ കൈ വിട്ടേ അവിടുന്ന്. ഇങ്ങോട്ട് ഓക്കെ. അത് വീഴൂല. മോൻ സംസാരിച്ചോ? ഇല്ല, അത് ചെവിയിലെല്ലാം കറക്റ്റ് ആക്കി വെക്ക്. ഓക്കെ ഓക്കെ. മതി 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 മതി, നിന്റെ കഴിഞ്ഞു. ഇനി നിനക്ക് എന്താ പറയാനുള്ളത്? അല്ല, ഇപ്പൊ നമ്മളിപ്പോ നേരെ ഡിസൈൻ ഔട്ട്ലെറ്റിലോട്ട് വെച്ച് പിടിക്കുകയാണ്. നമ്മൾ നേരെ ഡിസൈൻ ഔട്ട്ലേക്ക് ഇന്ന് നടന്നാ പോകുന്നത് കേട്ടോ. കുറച്ച് ദൂരമേ ഉള്ളൂ, നമുക്കിവിടെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളെ മടി കാരണം ഞങ്ങൾ എന്ന് വണ്ടി എടുത്താ പോവാറ്. ഇവിടുത്തെ മിക്ക സിറ്റീസിൽ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു ഔട്ട്ലെറ്റ്സ് ഉണ്ടാകും കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് ബ്രാൻഡഡ് ഐറ്റംസ് എല്ലാം കുറച്ചൊരു വിലക്കുറവിൽ നമുക്ക് ചെറിയ പൈസക്ക് നമുക്ക് ഓഫർ ഉണ്ടാവും. കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മളിപ്പോ ഡിസൈൻ ഔട്ട്ലെറ്റിൽ എത്തി കേട്ടോ. നല്ല തിരക്കാട്ടോ. ഇന്നെന്തോ ബാങ്ക് ഹോളിഡേ എന്നുള്ള കാര്യം ആക്ച്വലി ഞങ്ങൾ മറന്നുപോയി. ഇന്ന് ഇവിടെ ബാങ്ക് ഹോളിഡേ ആണ്, മൺഡേ. അപ്പൊ ഇന്ന് എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ സ്കൂള് റീഓപ്പൺ ചെയ്യാനുള്ള സമയം. അപ്പൊ പിള്ളേർക്ക് സാധനം മേടിക്കാൻ അങ്ങനെയൊക്കെ ഫുൾ തിരക്കാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, നല്ല ഓഫറും ഉണ്ടാവും. സമ്മർ ഓഫർ ഉണ്ടാവും. സീസൺ എൻഡ് സെയിൽ ഉണ്ടാവും. പിന്നെ ഇത് കണ്ടോ, ചെറിയ ചെറിയ ഷോപ്പുകൾ ഇതുപോലെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഡാൻസ് കളിക്കുകയാണ്. ഇത് കൊഞ്ചി പെണ്ണാണേ. നാണം വരുന്നുണ്ടോ? അവിടെ നിൽക്കി നീ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കയറി ഫുഡ് മേടിച്ചു കേട്ടോ. നമ്മള് ലോഡഡ് ഫ്രൈസ് ആണ് മേടിച്ചത്. മെക്സിക്കൻ എന്ന് പറയുന്ന അവിടെ മേടിച്ചത്. ഓക്കെ, നിന്റെ വകയെ റിവ്യൂ വരട്ടെ. എങ്ങനെയുണ്ട് ആമി? അടിപൊളിയാണോ? ആമിക്ക് ഇഷ്ടമാട്ടോ. ഇത് അടിപൊളി സാധനം കേട്ടോ. 2 പേർക്ക് സുഖമായിട്ട് കഴിക്കുകയും ചെയ്യാം. ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി ഉണ്ട്. ചിക്കനും ഉണ്ട്, അതേപോലെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട്. ഇത് കണ്ടോ, നല്ല അടിപൊളി ചിക്കൻ അതിനകത്ത്. ഞങ്ങൾക്ക് ആക്ച്വലി സേഫ് സോണിൽ നിന്ന് മാറി ഇങ്ങനെയൊക്കെ പരീക്ഷിക്കാൻ പേടിയുള്ള ആൾക്കാരായിട്ടാണ്. നമുക്ക് പൈസ പോകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അധികം വേറെ പരീക്ഷിക്കാറില്ല. മേടിച്ചത് തന്നെ പിന്നെ മേടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് ഞങ്ങൾ കഴിഞ്ഞ തവണ, ഇതിപ്പോൾ 3ാമത്തെ തവണ നമ്മൾ മേടിക്കുന്നത്. KFC വിട്ട് ഇത് മേടിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇത് 3ാമത്തെ തവണ നമ്മൾ ഇത് തന്നെ മേടിക്കുന്നത്. ഇനി അടുത്ത മാറ്റി പിടിക്കണം. അപ്പം അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങി. ഇപ്പം നേരെ M&Sലോട്ട് പോവാണ് കേട്ടോ. അവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയണം അല്ലേ? ആദ്യം മിന്നുവിൻ്റെ ഷോപ്പിംഗ് കേട്ടോ. M&S കയറി മിന്നുവിന് വല്ലതും കിട്ടുമോ നോക്കും. ഇല്ലാതുണ്ടെങ്കിൽ നേരെ നമ്മൾ പോകുന്ന ഇങ്ങോട്ടാ. എനിക്ക് തപ്പാണ്. അപ്പം ആമിക്കോ? ആമിക്ക് വേണോടി? ആമിക്ക് വേണോ? ആമി എന്താ വേണ്ടേ? ഡ്രസ്സ്. നമ്മൾ നേരെ M&Sന്റെ ഔട്ട്ലെറ്റോട്ട് കയറുവാണ് കേട്ടോ. നല്ല തിരക്കാണ്. നമ്മൾ മുമ്പേ പറഞ്ഞില്ല, ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാം നമുക്ക്. ഞാൻ ഒരെണ്ണം എടുത്ത്, പക്ഷെ ഇത് കൊള്ളത്തില്ല. അതുകൊണ്ട് ഞാനത് തിരിച്ചു കൊടുക്കാൻ പോവാം. ആമിക്ക് നോക്കിയില്ല, ആമിക്ക് നോക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ പോവാം, നമ്മളിത് ട്രൈ ചെയ്ത് നോക്കാൻ വന്നതിന്. ഇപ്പോൾ തിരിച്ചു കൊടുക്കട്ടെ. ആക്ച്വലി M&S കയറിയത് മിന്നുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കേട്ടോ. പക്ഷെ മിന്നുവിന് കിട്ടിയില്ല, എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ. എനിക്ക് എവിടെ കയറിയാലും എനിക്ക് ഡ്രസ്സ് കിട്ടും, മിന്നുവിന് കിട്ടത്തില്ല. ആമിക്കും കിട്ടിയില്ല. ഇനി അടുത്ത കടയിൽ എവിടെ കയറുന്നത്? ആണോ? എന്നാ വാ നോക്കാം. അടുത്ത് നമ്മളിത് മിഠായി മേടിക്കാൻ വന്നേ കേട്ടോ. ആമിക്ക് മിഠായി വേണമെന്ന് പറഞ്ഞു. ഏതാ വേണ്ട മിന്നു?
ഇതെടുത്താലോ, മിക്സ് എടുത്താലോ? വേണ്ട, നമുക്ക് ചെറിയ ബോക്സ് മതി. വലിയ മൊത്തം ആമി തിന്ന് തീർക്കും അല്ലേ? ആമിയുടെ പല്ല് കേടാവും. ഇതെടുത്തോ. ആമിയുടെ ബർത്ത്ഡേക്ക് നമ്മൾ കുറച്ച് മുട്ടായി മേടിച്ചിട്ട് ബാക്കി വന്നേ 2 ബോക്സ് അവള് തിന്ന് തീർത്തു. 2 ബോക്സ് ഇവള് തന്നെ തിന്ന് തീർത്തു. കൂടെ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. അത് വേണം, അത് മതിയല്ലേ? ഇങ്ങനെ ലൂസായിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ലൂസായിട്ട് എടുക്കണോ? ലൂസായിട്ട് നമുക്ക് പലത് ഇഷ്ടമുള്ള എടുക്കാൻ തോന്നുന്നു. ഇവിടെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. പക്ഷെ ഇങ്ങനെ എടുക്കുന്നതിനേക്കാൾ ലാഭം എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു അല്ലേ? കണ്ണ് മഞ്ഞളിക്കുന്നല്ലേ? നമ്മൾ എടുത്തിട്ടുണ്ടാമേ. ഇപ്പൊ ഞങ്ങളുടെ മിഠായി കൊതിച്ചിനെ കണ്ടോ? ഉള്ള പല്ലിനി എപ്പോഴാ പോകുന്നതെന്ന് അറിയത്തില്ലേ. ഇത് 2 ദിവസം കൊണ്ട് തിന്ന് തീർക്കട്ടോ ഞാനും ആമിയും. അബിക്കുള്ള അടുത്ത സാധനം മേടിക്കുവാണ്. നൈക്കിന്റെ ഒരു ഷൂ കണ്ടു. കണ്ടു. ആമിക്ക് അതാണ് ഇഷ്ടപ്പെട്ടേ? ആണോ? ഈ പപ്പ എപ്പോഴും നമ്മളെ അങ്ങ് പറ്റിക്കുവാണല്ലോ ആമി. ദൂരണോ? ഊര. പപ്പയുടെ ആദ്യം ഇട്ട് നോക്കട്ടെ, എന്നിട്ട് ഊര കേട്ടോ. കൊള്ളാം കൊള്ളാം. ഇപ്പം ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ. ഷോപ്പിങ്ങിൽ ഇത്തവണ എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എനിക്കൊരു ഷൂവും അത് വേറൊരു കാര്യമുണ്ട്. ഞാനത് ക്രെഡിറ്റ് ആയിട്ട് പറയുന്നൊന്നുമല്ല. മിന്നുവിന് ഇഷ്ടപ്പെടുന്നത് കിട്ടാറില്ല, അതല്ലേ കാര്യം. അല്ലാതെ ഞാൻ മേടിച്ച് തരാത്തയാണോ? നിനക്ക് ഇഷ്ടപ്പെടാനുണ്ടല്ലേ? നീ അങ്ങനെ മിന്നുവിന് ബബിൾ ടീയും ആമിക്ക് കൈയെടുക്കടി ചോക്ലേറ്റും ആട്ടോ. വീട്ടിൽ ചെന്നിട്ട് മതി നിന്റെ പല്ല് ഫുള്ള് കേടായി പോകും. ഇപ്പൊ 3 എണ്ണം ഒറ്റയടിക്ക് വായിലിട്ട് കേട്ടോ. ഇനി തിന്നണ്ട വീട്ടിൽ ചെന്നിട്ട്. മിഠായി ഇതെടുത്ത് കുറച്ച് കൊണ്ടുപോയില്ലോ. ഓ എന്ത് മണല്ലേ. ഇതുണ്ടോ ലാവൻഡർ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതാട്ടോ, സീസൺ കഴിഞ്ഞതാ. ഇതെല്ലാം ഉണങ്ങി. ഇത് വിത്തായില്ലേ? ഇതിനി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് എസൻസ് അങ്ങനെ എന്തെങ്കിലും ആക്കാം. ഇതുകൊണ്ട് ഇതിങ്ങനെ കൈ നല്ലോണം ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ മണം പോകുന്നില്ല കേട്ടോ. ലാവൻഡർ ആവത്തില്ല. ആമി അത് എടുത്തു വെച്ചേ. നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഇപ്പൊ ഈവനിങ്ങിനുള്ള നമ്മൾ ചായക്കുള്ള കടിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ മിന്നുവിനൊരു ഐഡിയ, നമുക്ക് സുഖിയനാക്കിയായിരുന്നു. അതെ, നമ്മൾ ആക്ച്വലി കറി ആക്കാൻ വേണ്ടി ചെറുപയർ വെള്ളത്തിലിടാം. പക്ഷെ ഉച്ചയ്ക്ക് നമ്മൾ അവിടുന്ന് പുറത്തുനിന്നാണല്ലോ കഴിച്ചത്. അപ്പൊ അതുകൊണ്ട് ബാക്കി പിന്നെ മൈദയും തേങ്ങയും ശർക്കര എല്ലാം ഇരിപ്പുണ്ട്. അപ്പൊ ചെന്നാൽ പിന്നെ സുഖിയനാക്കിയേക്കാന്ന്. അപ്പൊ അങ്ങനെ ഇപ്പൊ സുഖിയനാക്കാൻ വേണ്ടി പയറെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മൈദ അതിന്റെ ഇച്ചിരി വെള്ളം വേണേന്. അപ്പൊ നമ്മളിത് സുഖിയ ഇതുവരെ ആക്കിയിട്ടില്ല, ആക്കി പരീക്ഷിക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം ഒന്ന് പഴംപൊരി ആക്കി ഞങ്ങൾ പരീക്ഷിച്ചായിരുന്നു. അല്ല, പഴംപൊരി മുമ്പേ ആക്കിയിട്ടുണ്ട്. പഴംപൊരി നമ്മൾ ആക്കാറുണ്ട്. സുഖിയൻ ആദ്യമായിട്ട് ആക്കാൻ പോകുന്നത്. നീ മുംബൈ ഉളപ്പാക്കിയായിരുന്നല്ലോ. അത് ഇതല്ലേ, ചെറുപയർ വെച്ചിട്ടായിരുന്നു അതാക്കിയത്. ഞാനത് പറയാൻ വരുമായിരുന്നു. എനിക്ക് അവിടെ നിന്ന് ഉരുളക്കിഴങ്ങ് വെച്ചാക്കിയത്. ഞാൻ മുംബൈയിലായിരുന്ന സമയത്ത് പല ഐറ്റംസ് പരീക്ഷിക്കുന്നത്. കാരണം ഞാൻ എന്തായാലും ജോലിക്ക് പോകുന്നില്ലല്ലോ. അന്നേരം അഭി ജോലിക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് എനിക്ക് സമയമുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ ഞാൻ ഇങ്ങനത്തെ പരിപ്പ് വട, ഉള്ളിവട അല്ലേ, പരിപ്പ് ഞാൻ ഇട്ട പരിപ്പ് മാറിപ്പോയി പരിപ്പ് വടയുടെ അല്ലേ, അങ്ങനെ എന്തൊക്കെയാ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്താണെങ്കിലും ശർക്കരയും തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നെയ്യില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ബട്ടർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ബട്ടർ കണ്ടിട്ട് ഐസ്ക്രീം പോലെ ഇല്ലേ, തിന്നാൻ തോന്നി ഫ്രഷ് ആയിട്ട് തുറന്നു. ഇത് നമ്മള് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശർക്കര കേട്ടോ. ഇതെന്തോ ഇത് ജാഗരി പൗഡറോ? ഇത് ആമിക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന. പക്ഷെ ആമി ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും അധികം കഴിക്കൂലായിരുന്നു. ആമി കഴിച്ചില്ല. ഇതുപോലെ 2-3 നമ്മൾ കൊണ്ടുവന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ വന്നപ്പോഴും കൊണ്ടുവന്നായിരുന്നു. എല്ലാം ബാക്കി ഇരിപ്പുണ്ട്. പിന്നെ ഞങ്ങളൊരു ഷോട്ട് ചെയ്തായിരുന്നു, ഒരു കോമഡി ഷോട്ട്. അത് കോമഡി ആണോ ട്രാജഡി ആണോ എന്നുള്ള കാര്യം നോക്കാനുണ്ട്. കാരണം അത് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല നമ്മൾ എന്താ ഉദ്ദേശിച്ചത്. നമ്മൾ ഉദ്ദേശിച്ചത് നമ്മളിങ്ങനെ റിലേറ്റബിൾ, അതായത് ഇവക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടാറില്ല. ഇവക്ക് കിട്ടാറുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ പീക്കോക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ 1-2 ഒക്കെ കിട്ടും. എനിക്ക് ഏത് കടയിൽ കയറിയാലും എനിക്ക് കിട്ടും.
അപ്പൊ അതിന് ജസ്റ്റ് നമ്മളൊരു ട്രോള് പോലെ ചെയ്തതാണ് സംഭവം. അതുപോലെ വേറൊരു കോമഡിയും കൂടെ നമ്മൾ നാളെ ഇടുന്നുണ്ട്. കോമഡിയും കൂടി പരീക്ഷിക്കാൻ പോകുന്നത്. അതെ, ഇനി അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കോമഡിയും കൂടെ ഇനി പരീക്ഷിക്കാൻ പോവാണ്. കോമഡി ആണെന്നുള്ള കോമഡി എഴുതണം അതിനകത്ത്, എന്നാലും മനസ്സിലാവുള്ളൂ. അത് വേറെ കാര്യം. ഇവർക്ക് അഭിനയിക്കാൻ അറിയില്ല കേട്ടോ, ഇവർക്ക് ഭയങ്കര ചമ്മലാണ്. പക്ഷെ റിയൽ ലൈഫിൽ ഭയങ്കര അതല്ല, കോമഡി ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണ്. ഇങ്ങനെ കാണിച്ചാൽ പറയാം, തുടങ്ങിയ ഒരു 10-20 തവണ അവര് ഷോട്ട് എടുക്കുന്നത്. ഒരെണ്ണം ഒഴിവാക്കിട്ടോ നമ്മള്, ഒരെണ്ണം എടുത്തത് ശരിയായില്ലോ. അത് ഫുഡ് വെക്കാൻ സാധനം ഒന്നും ഇല്ല, അതൊക്കെ പറഞ്ഞ് കുറെ സംഭവം ഉണ്ടായിരുന്നു, അതെല്ലാം ഒഴിവാക്കി ലാസ്റ്റ്. നമ്മളങ്ങോട്ട് ശരിയാവില്ല, നമ്മൾ അഭിനയിച്ച് അങ്ങോട്ട് ഫലിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന വേറെ, ചെയ്യുന്ന വേറെ ആവുക, നിങ്ങൾക്ക് മനസ്സിലാവില്ല സംഭവം എന്താണ്. വെറുപ്പിക്കണ്ട, അല്ലെ തന്നെ നമ്മൾ വെറുപ്പിച്ചോണ്ടിരിക്കുകയാണ്. കുറച്ച് നാൾ മുന്നേ നമ്മളൊരു റിക്രൂട്ട്മെന്റ് കാര്യം പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു നഴ്സിംഗിന്റെ. നമുക്ക് അപ്പൊ അറിയുന്ന മീൻസ് എന്റെ ഹോസ്പിറ്റലിൽ വന്ന ആള്, പരിചയത്തിലുള്ള അറിയുന്ന ഒരു ഏജൻസി ആളെ എടുക്കുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പൊ ഒരുപാട് പേര് നമുക്ക് എൻക്വയറി അയച്ചായിരുന്നു. നമ്മൾ അവർക്കെല്ലാം അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പേര് അവരെ കോൺടാക്ട് ചെയ്തു. കുറച്ചു പേർക്ക് തിരിച്ച് അവര് മെയിൽ അയച്ചു. കുറച്ചു പേർക്ക് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കര പിക്കി ആയിട്ടാണ്. അതായത് പണ്ടത്തെ പോലെ ഫ്രഷേഴ്സിനെ അങ്ങനെയൊന്നും എടുക്കുന്നില്ല. ഇപ്പം അവരിപ്പോ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ICU എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് പീഡിയാട്രിക്കും ചിൽഡ്രൻസ് എക്സ്പീരിയൻസ്, നിയോനേറ്റിലും പീഡിയാട്രിക് എക്സ്പീരിയൻസ്. അതുപോലെ മിഡിൽ ഈസ്റ്റിലുള്ളവര്, ഇപ്പൊ ദുബായ്, സൗദിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവിടുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് എടുക്കുന്നുണ്ട്. അതായത് അവിടെ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ. അപ്പൊ ഇല്ലേ, ആരെങ്കിലും നമ്മള് ആ പറഞ്ഞ ആ ഏജൻസിയുടെ നമ്പർ കോൺടാക്ട് ചെയ്തത് റിപ്ലൈ അയച്ചവരൊന്ന് കമന്റ് ഇടണേ, എന്താ നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. അല്ല നമ്മൾ ചുമ്മാ പറയുന്ന ആൾക്കാരായിരിക്കും. ഏകദേശം 1000-ന് മേളിൽ നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാവർക്കും അയച്ചു. എനിക്കൊന്ന് കുറച്ച് പേർക്കൊക്കെ മിസ്സായിട്ടുണ്ട്. പിന്നെ കുറച്ച് പേര് മാത്രമേ നമുക്ക് തിരിച്ച് അവരെന്താ റെസ്പോണ്ട് കുറെ പേര് നമുക്ക് തിരിച്ചയച്ചായിരുന്നു. നമ്മളെല്ലാവരോടും പറഞ്ഞായിരുന്നു നമുക്ക് എന്താ അവര് പറയുന്നതെന്ന് ഇത് പറഞ്ഞിട്ട് നമുക്ക് റിപ്ലൈ തരണം എന്ന് പറഞ്ഞായിരുന്നു. കുറെ പേര് തന്നു, കുറെ പേര് തന്നിട്ടില്ല. പിന്നെ ഈ ഏജൻസി നാട്ടിലെ ഏജൻസി ഒന്നും അല്ലാതെ ഇനിയിപ്പോ തട്ടിപ്പിന്റെ അങ്ങനത്തെ ഒന്നും പറയണ്ട. ഇവിടെ ലണ്ടനിൽ തന്നെയുള്ള ഏജൻസിയാണ്. എന്റെ ഹോസ്പിറ്റലിലേക്ക് റീസെന്റ് ആൾക്കാർ വന്നത് ഈ ഒരു ഏജൻസി വഴിയാണ്. വേണേ പറയാം, നമുക്ക് MSI എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വഴി, അത് ലണ്ടൻ ബേസ്ഡ് MSI ഗ്രൂപ്പ് വഴിയാണ്. നമ്മൾ ആദ്യം അത് തുറന്ന് പറയാത്തതെന്ന് വെച്ചാൽ നമുക്ക് 2-3 ഫോളോവേഴ്സിനെ കിട്ടിയെന്നുണ്ട്, കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ പകുതി പേരും ആ ഒരു ഇത് കിട്ടി കഴിഞ്ഞ് നമ്മൾ അൺഫോളോ ചെയ്ത് പോവുകയായിരുന്നു. പിന്നെ കാര്യമില്ലല്ലോ അല്ലേ. MSIയുടെ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഇത് കിട്ടും. നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഗൾഫിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. എക്സ്പീരിയൻസ് നിങ്ങൾ പീഡിയാട്രിക് ന്യൂബോൺ ICU എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ MSIയുടെ വെബ്സൈറ്റ് ഉണ്ടാവും, അവിടെ നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്താൽ മതി. ഇനിയിപ്പോ നമ്മൾ വെറുതെ തട്ടിപ്പ് പറയാനാന്ന് വിചാരിക്കണ്ട. MSIയുടെ നമുക്ക് 2-3 ഫോളോവേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്ന 1000 പേരിനകത്ത് ഒരു 100 പേര് മാത്രമേ നമ്മളെ ഫോളോ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവരും നമ്പർ കിട്ടിയതിനു ശേഷം അൺഫോളോ ചെയ്ത് പോയിരുന്നു. നമുക്കാണ് ഫോളോവേഴ്സ് ഒന്നും ചേർന്നില്ല. എന്തെങ്കിലും ആട്ടെ, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നമ്മളെ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. കുറച്ച് കോമഡി ഷോട്ടും വെർപ്പിക്കൽസ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് അല്ലേ. അതുപോലെ നമ്മൾ ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗീവ് അവേ എന്താന്ന് പറഞ്ഞാലോ? അത് വേണ്ട, അത് സ്പെഷ്യൽ ആയിട്ട് അനൗൺസ് ചെയ്താ വേണ്ട, അവനൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇത് കുറച്ചുപേരെ കാണുള്ളൂ. ഓക്കെ, ഒന്ന് നമ്മള് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു വാച്ച് ആട്ടോ. ഇതല്ലെങ്കിൽ G-Shockന്റെ ഈ ഒരു മോഡൽ വാച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യൂണിസെക്സ് ആയത്, പെണ്ണുങ്ങും കേട്ടോ ആണുങ്ങും കേട്ടോ. ഇതാണ് ഈ ഒരു മോഡൽ വാച്ച്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് 10 ഹോട്ട് വീൽസിന്റെ കുഞ്ഞു കുഞ്ഞു കാറുകളാണ്. അത് നല്ല അത്യാവശ്യം 3 ഗിവ് അവേ ആയിട്ട് വരുന്നത്. ഒന്ന് ഈ വാച്ച്, ഇത് നമ്മളെ യൂട്യൂബിലായിരിക്കും വരിക. പിന്നെ ഹോട്ട് വീൽസിന്റെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. അല്ല, അത് ഓരോ സെക്ഷൻ ആയിട്ടാ, 3 എണ്ണമായിട്ടല്ല. അതായത് ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമില് ഒരു 10 ഹോട്ട് വീൽസ് കൊടുക്കും. അതായത് നമ്മൾ ഹോട്ട് വീൽസിന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഷോർട്ട് ഇട്ടപ്പോൾ ഒരുപാട് കുറെ പേര് നമുക്ക് അവര് പറഞ്ഞു അവിടെ നാട്ടിൽ കിട്ടുന്നില്ല, ഗീവ് അവേ തരാൻ പറ്റുമെന്ന്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ നമ്മളത്
കൊടുക്കാന്ന് വിചാരിച്ചു 10 എണ്ണം. അത് ഞാൻ സെലക്ട് ചെയ്ത നല്ല കാറായിരിക്കും കേട്ടോ, അല്ലാണ്ട് ചുമ്മാ ഒരു ഗിവ് ആയിരിക്കില്ല, നല്ല സെലക്ട് ചെയ്തിട്ടുള്ള കാറുകളായിരിക്കും. ഒരു 10 എണ്ണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു വാച്ച്, പിന്നെ നമുക്കൊരു ചെറിയൊരു കുപ്പി. അത് കുപ്പി എന്ന് പറയാൻ പറ്റില്ല അല്ലേ, അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഇപ്പൊ നാട്ടില് കുറെ പേരോട് ചോദിച്ചായിരുന്നു അവിടെ കിട്ടുന്നില്ല, അല്ലെ ഇന്നെടുത്തത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഒരു കുപ്പി തരാമെന്ന് പറഞ്ഞ് കുറെ പേര് ചോദിച്ചു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാട്ടോ, അത് നമ്മൾ കൊടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് അത് എവിടെയാണോ കിട്ടുന്നത് അവിടെ നിന്ന് അത് മേടിച്ച് അവരുടെ കയ്യിൽ കൊടുക്കുന്നതായിരിക്കും. ഈ ഹോട്ട് വീൽസിന്റെ കാറും നമ്മൾ ഇവിടെ നിന്ന് അയക്കും, അതേപോലെ തന്നെ വാച്ചും നമ്മൾ അവരുടെ അഡ്രസ്സിലേക്ക് ഓർഡർ ചെയ്ത് കൊടുക്കും. ആമസോൺ അല്ലെ ഫ്ലിപ്കാർട്ട് ഉണ്ടല്ലോ, അതിൽ നിന്ന് നേരെ ഓർഡർ ചെയ്തിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പം അത് ഗിവ് അവേ വരുന്നുണ്ട്. അത് നമ്മൾ എന്നാ എങ്ങനെയാന്നൊക്കെ നമ്മൾ വീണ്ടും കറക്റ്റായിട്ട് പറയാം. ഇതിപ്പോ ചുമ്മാ ഇവിടെ അങ്ങ് പറഞ്ഞോണ്ട് നമ്മൾ അങ്ങ് പറഞ്ഞോളൂ. ചിലപ്പോ വേറെ കാര്യങ്ങളായിരിക്കും കേട്ടോ, അല്ലേ? ഇതിപ്പോ ഞങ്ങൾ ജസ്റ്റ് ഇത് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ ഹോട്ട് വീൽസും അതുപോലെ തന്നെ കുപ്പിയുടെ കാര്യം ആൾക്കാർ ചോദിച്ചോണ്ടാണ് കേട്ടോ നമ്മൾ കുപ്പി അല്ലാണ്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. അത് ഒരു സ്പെഷ്യൽ സാധനം. അതായത് ബോംബെ സഫയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജിന്നാണ് സാധനം. വിസ്കി ബ്രാൻഡി അങ്ങനത്തെ ഒന്നുമല്ല, ഒരു ജിന്ന്. അപ്പൊ അത് കൊടുക്കാൻ ഇങ്ങനെ ഒരു പ്ലാൻ. എനിക്കത് ഭയങ്കര ഇഷ്ടം മീൻസ് അതൊരു രസമാണ്. ഞാൻ അങ്ങനെ വലിയ കുടിയൊന്നും അല്ല, വീട്ടുകാരാണെന്ന് ഭയങ്കര കുടിയ. അപ്പം അത് കുറെ പേര് അത് കുപ്പി എങ്ങനെ തരാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചായിരുന്നു. അതിപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മളിങ്ങനെ കൊടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മൾ ഗീവ് അവേയിലോട്ട് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചിലപ്പോ നമ്മൾ ഈ പ്ലാൻ മാറ്റും, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇപ്പൊ ഇത് ചിലപ്പോ കുപ്പി എന്ന് പറയുമ്പോൾ ഓഡിയൻസ് കുറയാൻ ചാൻസ് ഉണ്ട്. കുറയാന്നല്ല, കുറെ പേർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഇഷ്ടപ്പെടില്ല. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് അനൗൺസ് ചെയ്തിട്ട് എങ്ങനെയാ നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. പിന്നെ നമ്മൾ കുറെ നമുക്ക് പോൾ ഇത് വെക്കാം, സെലക്ട് ചെയ്യാൻ എന്തൊക്കെയാ വേണ്ടത്. അപ്പൊ അതിന് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക്. പിന്നെ നമ്മൾ കുറെ കുഞ്ഞു സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന് പ്രൈസ് റേഞ്ച് ഒന്നുമില്ല. ചിലപ്പോൾ 1 കോടിന്റെ ആയിരിക്കും, ചിലപ്പോൾ ഒരു 10 കോടിന്റെ ആയിരിക്കും. ആ ഒരു റേഞ്ചിലുള്ള കുറച്ച് കുഞ്ഞു സാധനങ്ങൾ കുറെ പേർക്ക് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പിന്നെ വഴിയെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അല്ലേ. അപ്പൊ ഇതിനെ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫോളോ ചെയ്യണം. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹോട്ട് വീൽസ് ചിലപ്പം ഇപ്പം മിന്നു കാണുന്നെങ്കിൽ മിന്നുവിന് ഇഷ്ടമില്ലായിരിക്കും, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ മിന്നു എന്ത് ചെയ്യണം, എനിക്ക് അയച്ചു തന്നിട്ട് ടാഗ് ചെയ്യാം, എന്നിട്ട് അവരോട് കമന്റ് ചെയ്യാൻ പറയാം, അവരോട് ഫോളോ ചെയ്യാം. മെൻഷൻ ചെയ്യണമെന്നൊന്നുമില്ല, അവർക്ക് അയച്ചു കൊടുക്കുക, ആ വീഡിയോ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്തിട്ട് പറയുക, കമന്റ് ഇട്ടോ, കിട്ടിയ ചിലപ്പോ ഒരു 20-25 തരും. അതല്ല കാരണം ഒരു ഹോട്ട് വീൽസിന് നല്ല അതായത് 2 പൗണ്ടിനാണ് അത്യാവശ്യം നല്ലത്. മേടിച്ച ആ ഒരു ഫോർഡിന്റെയും ആ റാമും അതിനൊക്കെ 2.5 പൗണ്ട്. പക്ഷെ ചിലത് അവിടെ കയ്യിലിരിക്കുന്ന 8 പൗണ്ട് ഉണ്ട്. 2.5ന്റെ ആയിരിക്കും. 2.5ന്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. റാമും ഫോർഡും എന്ന് പറഞ്ഞിട്ട് ചെറിയ മോഡൽ ഞാൻ മേടിച്ചത്, നല്ല ക്വാളിറ്റി ഉള്ള സാധനം. പിന്നെ 8 പൗണ്ടിൻ്റെത് ഇച്ചിരി ഹൈ, നല്ല പ്രീമിയം സാധനം. 8 പൗണ്ടിന്റെ ആണെങ്കിൽ 10 എണ്ണം മതി. 80 പൗണ്ടോളം പുറത്ത് വരും അതിന്. 8,000 രൂപ, നാട്ടിൽ 8,000 രൂപ വരും. അപ്പം അത് നോക്കിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. നമ്മളെന്നാലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് അനൗൺസ് ചെയ്യും. ഇപ്പം ചുമ്മാ നമ്മളങ്ങ് പറഞ്ഞതോളൂ. അപ്പൊ നമ്മളെ ഇനി നമ്മുടെ ഇതിന്റെ പരിപാടി നടക്കട്ടെ. ഇപ്പൊ ഈ ഗീവ് അവേയിൽ നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പൊ UK-ലാണോ, നാട്ടിലോ, ദുബായിലോ, എവിടുന്ന് ഏത് രാജ്യത്താണെങ്കിലും ഈ പറഞ്ഞ പോലെ ആമസോണും ഫ്ലിപ്കാർട്ട് അക്കൗണ്ടിൽ മാത്രമേ നമുക്ക് അറിയുന്ന ആൾക്കാർ വഴിയെങ്കിലും നമുക്ക് എത്തിച്ചേരുന്നതായിരിക്കും. എവിടെ നിന്നാണെന്നാണെങ്കിലും സാധനം നിങ്ങളുടെ കയ്യിലെത്തും ഒരാഴ്ചക്കുള്ളിൽ, അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ സാധനം എത്തും. നമുക്ക് കൊറിയർ ചെയ്യാനും പറ്റുമല്ലോ. ഹോട്ട് വീൽസും വാച്ചൊക്കെ വേണമെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്യും. മറ്റേ കുപ്പി നമ്മൾ നിങ്ങൾക്ക് പോയി മേടിക്കാം, എവിടെയാണോ ആ സാധനം കിട്ടുക അവിടെ പോയി മേടിക്കുക, അവിടെ നമ്മളത് നിങ്ങൾക്ക് മേടിച്ച് തരുന്നതായിരിക്കും. എനിക്ക് കുപ്പി അത് 4,000 രൂപ കണ്ടുണ്ട് നാട്ടിൽ. 4,000 ആ റേഞ്ച് കണ്ടുണ്ട്, 4,000 5,000 കണ്ടുണ്ടെന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. ഇവിടെ എനിക്കൊന്ന് 1 ലിറ്ററിന് 24-25 പൗണ്ടേ ഉള്ളൂ. നാട്ടില് കുറച്ച് കൂടുതലാണ്, 4,000 രൂപ കണ്ടുണ്ട്. നമ്മുടെ കറിവേപ്പ് ചെടിക്ക് മഴ നനയാതിരിക്കാൻ വേണ്ടി ഞാൻ ആക്കിയ സെറ്റപ്പാട്ടെ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു പന്തൽ പോലെ ഞാൻ ആക്കിയതിന്. പക്ഷേ കാര്യമൊന്നുമില്ല കേട്ടോ, ഇത് ഒടിഞ്ഞു പോയി. നല്ല മഴയായിരുന്നു, മഴയത്ത് ഇത് കാറ്റടിച്ച് എന്തോ സംഭവിച്ച് ഇതിൻ്റെ മണ്ട ഒടിഞ്ഞു പോയി. ഇനി പൊട്ടി മുളയ്ക്കുമായിരിക്കും അല്ലേ? സത്യം പറഞ്ഞാല് കറിവേപ്പ് അങ്ങനെയല്ലേ, അത് കുറച്ചും കൂടെ പൊങ്ങിയിട്ട് ഓടിക്കണമായിരുന്നു, ഒടിഞ്ഞു പോകണമായിരുന്നു. പക്ഷെ അത് മേടിച്ചതിനേക്കാളും നല്ലോണം വളർന്നു. മേടിച്ചപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിപ്പോ ഇത്രയും നല്ലോണം പൊങ്ങിയായിരുന്നു. അതിന്റെ ഏകദേശം ഇത്രയും മണ്ട ഒടിഞ്ഞു പോയി. അത് പറിച്ചു കളയണം. സ്ട്രോബെറി പിന്നെ ആയി കേട്ടോ. സ്ട്രോബെറി ആവുന്നത് ഈ ഒരു വലിപ്പം എത്തുമ്പോഴത്തേക്ക് ആമി പറിച്ച് തിന്നും. ഇതിന് മൾബറിയുടെ ടേസ്റ്റ്, പച്ച തന്നെ ഫുള്ള് അവള് പറിച്ച് തിന്നു. പിന്നെ നമ്മുടെ ഇതും ഒടിഞ്ഞടി. ഇത് കട്ട് ചെയ്ത് ഇതിന്റെ ഇവിടെ നിന്നെല്ലാം മുള പൊട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടോ
ഇതിൽ നിന്നെല്ലാം മുള പൊട്ടിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് ഒന്നും കൂടെ കുത്തിയാൽ മതി, ഇത് മുളയ്ക്കും. ഏത്? ഇതൊക്കെ എക്സ്ട്രാ അല്ല, ഇതൊക്കെ ഞാൻ നട്ടേക്കുന്നത്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കമ്പുകളാണ് നട്ടേക്കുന്നത്. വേണ്ട, അത് അതിനകത്ത് തന്നെ നിന്നാൽ മതി. നമ്മൾ ആ ഒടിഞ്ഞു പോയ ഇതിനെ വീണ്ടും നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് മുളയ്ക്കുന്നുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഇലയും മുളയ്ക്കും. ഇത് കണ്ട് ഈ ഇല ഞാൻ ഇല ചുമ്മാ കുത്തി വെച്ചേക്കുന്നത്, ആ ഇലയിലും ഉണ്ട് വേര്. നമ്മളാക്കി തുടങ്ങി കേട്ടോ. എല്ലാം ഒന്നിച്ചിടരുത്, ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു ഉണ്ടയായി പോകും. അതിനകത്ത് അത്രേ സ്ഥലമല്ലേ ഉള്ളൂ. അല്ലേടി ആമി? ആമി ഇത്ര നേരം ഉറക്കമായിരുന്നേ. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് പാർക്കിൽ പോയി പിള്ളേരെ എല്ലാം കണ്ടുവച്ച് വന്നതാണ്. ഇപ്പം നമ്മുടെ സുഹീനിതേ തിളയ്ക്കുന്നുണ്ട്. സംഭവം നമ്മുടെ സുഹീനൊക്കെ അതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ ചായയും കൂടെ ആക്കിയിട്ട് കഴിക്കാൻ പോവാണ്. കാണാനൊക്കെ അടിപൊളിയുണ്ട് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു സാധനം പരിചയപ്പെടുത്താം കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഈ ഹെഡ്ലൈറ്റ് പിടിക്കുന്ന ഒരു മഞ്ഞ കളറില്ലേ, ഇതിപ്പോൾ കുറേ പഴക്കമുള്ള വണ്ടികൾക്ക്, ഇപ്പം നമ്മുടെ 2012 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഹെഡ്ലൈറ്റ് മൊത്തം ഒരു മഞ്ഞ കളറായിരുന്നു, മങ്ങിയായിരുന്നു നല്ലോണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആൽഫോർഡ്സ് നിന്ന് മേടിച്ചൊരു സാധനം കേട്ടോ. ഇത് ഈ ഒരു ചെറിയൊരു ക്രീം, ഇത് നമുക്ക് ജസ്റ്റ് ഇതിനകത്തേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഒരു തുണിയിലേക്ക് അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒരു തുണിയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ചെടുത്താൽ മതി. നന്നായിട്ട് തേച്ച് കൊടുക്കുക. കൈ കൊണ്ട് തേച്ചാൽ മതി. മെഷീനിൽ യൂസ് ചെയ്യാം, ഇത് കയ്യിലും തേക്കാം. കൈ മീൻസ് ഇതുപോലെ തുണിയിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഉരച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഉരച്ച് കാണിക്കുന്നുള്ളൂ. ഞാനിത് ഒരുപാട് ഉരച്ചു, നല്ലോണം വ്യത്യാസമുണ്ട്. നല്ല മഞ്ഞ കളറായിരുന്നു വണ്ടിയുടെ. നമ്മളിതിപ്പോൾ യൂസ് ചെയ്തത്. ഇത് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ഇരുന്ന് ഉരയ്ക്കണം. ഇരുന്ന് ഉരച്ച് പോകും നല്ലോണം. നമ്മുടെ ഇതിപ്പോൾ നല്ലോണം മഞ്ഞ കളറായിരുന്നു. ഈ ഒരു ഗ്ലാസ് നല്ലോണം മഞ്ഞയായിരുന്നു. ഇപ്പം നല്ലോണം വ്യത്യാസം ഉണ്ട്. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഈ ഒരു ഗ്ലാസ് നല്ലോണം വ്യത്യാസം വന്നു. അപ്പം അതിന് ഈ സാധനം നമ്മളിവിടെ ആൽഫോർഡ്സിൽ കിട്ടും. നിങ്ങൾക്ക് വേണ്ടവർക്ക് ഈ ഒരു സാധനം മേടിച്ചോ. നല്ല അടിപൊളി യൂസ്ഫുൾ സാധനമാണിത്. ഇത് ഞാൻ യൂസ് ചെയ്തതിന് ഓക്കെ ആയതിനു ശേഷമാണ് ഞാനിത് പറയുന്നത്. പെയ്ഡ് പ്രൊമോഷൻ ആണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ, നമ്മള് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് ഷെയർ ചെയ്യുന്നു. പിന്നെ ഞാൻ മേടിച്ചൊരു സാധനമാണ് ഈ ഒരു ജെറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു സാധനം. ഇത് കണ്ടോ, ഇതും ആൽഫോർഡ്സിൽ മേടിച്ചാൽ നമ്മുടെ വണ്ടി ഇപ്പൊ കണ്ടോ, ഒരു ഫിനിഷിങ് വന്നില്ല, ഒരു നല്ല കളർ, ഒരു ഷൈനിങ് ഉണ്ട്. നല്ല ഈ പറഞ്ഞ പോലെ ചെറിയ ഇങ്ങനെ ഞാൻ ഇത് നമ്മള് മറ്റേ ജെറ്റ് വാഷ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മള് മറ്റേ പവർ ഉള്ള സാധനത്തിലല്ലേ, അപ്പൊ ഭയങ്കരമായിട്ട് വണ്ടിയുടെ ഒരു ഷൈനിങ് ഒക്കെ പോയ പോലെ പോയിട്ട് കുറെ ഇങ്ങനെ വട്ടം പിന്നെ നമ്മൾ തന്നെ സ്വയം കുറെ കഴുകിയായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറെ സ്ഥലത്ത് ഇങ്ങനെ സ്ക്രാച്ച് വന്നു. ഈ സാധനം യൂസ് ചെയ്ത് ആ സ്ക്രാച്ച് ഒക്കെ കുറെ ഒക്കെ മാറി. ഇത് ഒരു ഷൈനിങ് ഉണ്ട്. ഇത് ഇതേപോലെ ഓൺ ഇതാക്കുക. വണ്ടി വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അടിച്ചു കൊടുത്ത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നല്ലൊരു തുണി വെച്ച് ഇങ്ങനെ വൈപ്പ് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി. നല്ല സ്മെല്ലും ആണ്. നല്ല സ്മെല്ലും ഉണ്ട്. ഓവറായിട്ടൊന്നും യൂസ് ചെയ്യരുത്, ഇടയ്ക്കൊക്കെ ഒന്ന് ഇതൊക്കെ യൂസ് ചെയ്യാം അല്ലേ? ഇടയ്ക്കൊക്കെ ഒന്ന് യൂസ് ചെയ്യാം. കാരണം നമ്മൾ വണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നത് വണ്ടിയോട് ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും. കണ്ടോ, ഇത് ആൽഫോർഡ്സ് മേടിച്ചു. ഇത് കണ്ടോ, രണ്ട് സാധനം നോട്ട് ചെയ്തോ അല്ലേ? അതെ. ഇപ്പൊ ഈ വണ്ടിയുടെ മഞ്ഞ ഇപ്പൊ ഇവിടുന്ന് നോക്കുമ്പോൾ നന്നായിട്ട് മറ്റേ ആ ഒരു ഇത് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് എടുത്താൽ മതിയായിരുന്നു. ഇവിടുന്ന് നല്ലോണം മഞ്ഞയായിരുന്നു. ഇപ്പൊ നല്ലോണം വ്യത്യാസം വന്നു. പക്ഷെ ക്യാമറയിൽ അങ്ങനെ കിട്ടുന്നില്ല. ക്യാമറയിൽ അത് അങ്ങനെ കിട്ടുന്നില്ല. ഇവിടെ നോക്കി എന്നാലും ഒരു കാണുന്നില്ല, കാണുമ്പോൾ ഒരു കളറുള്ള പോലെ തോന്നുന്നില്ലേ? മുന്നേ ഇത് മൊത്തം മഞ്ഞയായിരുന്നു, മഞ്ഞ കളറായിരുന്നു. അപ്പോൾ ഇതുപോലെ വേറെയും പ്രൊഡക്റ്റ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ, അല്ലാണ്ട് ഇതെല്ലാവരും യൂസ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ വേണ്ടവർക്ക് യൂസ് ചെയ്യാം. അല്ല കുറേ പേര് ചിലപ്പോൾ കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്, ഇത് കൊള്ളത്തില്ല, അത് അങ്ങനെയാണ്. ഇപ്പോൾ പഴയ വണ്ടിയാണ്, നമുക്ക് 2012 മോഡൽ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് കൊണ്ടുപോയി അങ്ങനെ പോളിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഇപ്പോൾ നല്ല കളർ, നല്ല വ്യത്യാസം വന്നു. ഇതിപ്പോൾ കഴുകിയിട്ട് ഏകദേശം ഒരു 5-6 ദിവസം കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ വണ്ടി വാഷ് ചെയ്തിട്ടില്ല, ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കായത്. എന്നിട്ട് നല്ല കളറുണ്ട് കണ്ടോ, കണ്ടില്ലേ? എന്നാടാ ആണ്ടടി, അത് പിന്നെ കളഞ്ഞടി. അവിടെ ബോൾ പോയി എന്ന് പറയുന്നത്, അതെടുക്ക്. പിന്നെ വേറെ കുറേ പേര് ചോദിച്ചായിരുന്നു എങ്ങനെ ടെൻറ്റ് പിടിപ്പിച്ചേക്കുന്നതെന്ന്. ടെൻറ്റ് ഇത് കണ്ടോ, ഇതുപോലെയുള്ള 2 നമ്മൾ റൂഫ് ബാർ വെച്ചിട്ടുണ്ട്. ഈ റൂഫ് ബാറിലാണ് നമ്മൾ ടെൻറ്റ് എടുത്ത് വയ്ക്കുന്നത്. ഇതിന് എനിക്ക് 186 പൗണ്ട് ആയിട്ടോ, ഈ ഒരു 2 റൂഫ് ബാർ വെച്ചതിന്. ഇത് നമ്മൾ ആൽഫോർഡ്സ് വെച്ചേക്കുന്ന കേട്ടോ. അപ്പം നമ്മുടെ സുഖിയ റെഡി ആയിട്ടുണ്ട്. വരുന്ന വഴി തന്നെ ആമി കടിച്ച് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഉണ്ടടി, കൊള്ളാവോ? ആ, എന്തി ചായ എന്തി? പപ്പയ്ക്ക് ചായ എന്തി? എനിക്കിന്ന് ചില്ലി ഗ്ലാസ്സിൽ ചായ കുടിക്കണം ഒരു ആഗ്രഹം കേട്ടോ. അപ്പൊ ഇതിനു വേണ്ടി ഞാൻ ഒരു വലിയ നീളം ചില്ലി ഗ്ലാസ്സിൽ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ചായക്കടയുടെ മറ്റേ വലിയ ഗ്ലാസിന്റെ ഡബിള് അല്ലേ? ഡബിൾ ഉണ്ട്. ഉണ്ടാ കടിക്കട്ടെ, അമ്മ തിന്നോക്കട്ടെ.
എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. മധുരം കുറച്ച് കൂടി പോകുന്നുണ്ടോ? ഇത് കണ്ട ചെറിയ സുഖിയാണ് കേട്ടോ, അതാണ് ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനകത്ത ഫില്ലിംഗ് ഒക്കെ എങ്ങനെയാണോ? എങ്ങനെയുണ്ട് ആമി? സൂപ്പറാണോ? ആമിക്ക് ഇഷ്ടപ്പെട്ടോ? അതാ അത് പറക്കി തിന്നത്.